ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറീഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളെല്ലാവരും തന്നെ ഒരു മെഡിക്കൽ എമർജൻസി വന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കാണ് എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്, ഏറ്റവും പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്, ഇതൊക്കെയല്ലേ നമ്മൾ ഓപ്റ്റ് ചെയ്യാറ്. അതോ നമുക്ക് അധികം കാശ് ചിലവാകും, അപ്പം അതുകൊണ്ട് ഏറ്റവും ചെറിയ രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. എങ്ങനെയും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കണം, അവരെ രക്ഷിക്കണം എന്നൊക്കെയല്ലേ തന്നെ നമ്മൾ ചിന്തിക്കാറ്. അവിടെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആസ്തി ഇല്ലെങ്കിലോ നമ്മൾ വളരെ പരിമിതപ്പെടുത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും താഴ്ന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന രീതിയിലേക്കൊക്കെ മാറേണ്ടി വരും അല്ലേ. ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ നമുക്ക് വളരെ നല്ല രീതിയിൽ മികച്ച ട്രീറ്റ്മെന്റും എത്രയും പെട്ടെന്ന് നമുക്ക് നൽകാനും സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് ഏറ്റവും മാക്സിമൈസ് ആയിട്ട് നമ്മുടെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനെ കൂടുതൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ, പരിമിതപ്പെടുത്തേണ്ടി വരാതെ, നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരാതെ നമുക്ക് ആ സിറ്റുവേഷൻ മറികടക്കാനാണ്. അതിനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുവരെ നമ്മൾ ഏൺ ചെയ്ത് വച്ചിരിക്കുന്ന നമ്മളുടെ അസറ്റോ അല്ലെങ്കിൽ സേവിങ്സോ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. നമുക്ക് പലയിടത്തും നോക്കിയാൽ അറിയാൻ പറ്റും. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് മാരക രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കിഡ്നി, ലിവർ ഫങ്ഷനൊക്കെ മോശമാവുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് കൂടുതലും ആളുകളെ ഒരു ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത്തരം ഒരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യും? നമ്മുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് പിറക്കി വീട് വരെയും വിറ്റ് ആളുകൾ ചികിത്സിക്കും. പക്ഷെ നമുക്കറിയാം ആ ഒരു ചികിത്സ ഒരു പക്ഷേ 1-2 വർഷത്തേക്കോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക്, എന്നാലും നമ്മൾ അത് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണ്ടെന്ന് ഒരിക്കലും വിചാരിക്കാറില്ല അല്ലേ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കി ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഏണിങ്സും വീടും എല്ലാം നമ്മൾ വിറ്റ് ഒരാളെ ട്രീറ്റ്മെന്റ് നടത്തുന്നു. അവസാനം അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞാലും അവിടെ ബാക്കിയാവുന്ന കുറച്ച് ജീവിതങ്ങളുണ്ട് അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നവർ. അവർ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവരെ ആ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയും പിന്നീട് എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാം വിറ്റ് പിറക്കിയിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ചിലപ്പോൾ കഴിയാതെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യമൊക്കെ അവിടെയാണുള്ളത്. കാരണം ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമുക്കൊന്നും തന്നെ നമ്മുടെ ആസ്തികളോ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സോ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ഭാവിയിൽ ആ കുടുംബത്തിന്റെ ഭാവിയെ നമ്മൾ കഷ്ടപ്പെടുത്താതിരിക്കാൻ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണെന്ന് നമുക്ക് പറയാം. കാരണം യാതൊരുവിധ സാക്രിഫൈസും ഇല്ലാതെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരാതെ, അല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സോ അസറ്റുകളോ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരാതെ, നാളത്തേക്കുള്ള നമ്മുടെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും നഷ്ടപ്പെടുത്തേണ്ടി വരാതെ തന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും വേഗതയിലുമാർന്ന ട്രീറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നു. അതുകൊണ്ട് ഇതുവരെയും ഹെൽത്ത് ഇൻഷുറൻസ് പിന്നീടാവട്ടെ, ഇപ്പം എനിക്ക് അസുഖമില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ നിമിഷവും മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരസുഖങ്ങളും ഒരപകടങ്ങളും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടല്ല വരുന്നത്. നമ്മൾ ഇതുവരെയും ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ അസറ്റുകളോ സേവിങ്സോ ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നാളെ ഒരു അത്യാഹിതം വരാൻ നോക്കിയിരിക്കാതെ നമ്മളൊരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുക. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ആ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള ആശ്വാസം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.